നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 722nd day. Today, second sloka of Pradhama Skandam, 7th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം, ഇന്ന് 722 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സൂതോവാച. ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമപശ്ചിമേ തടേ, ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ഓം തത്സത്. സൂത ഉവാച. ബ്രഹ്മനദ്യാം സരസ്വത്യാമാശ്രമപശ്ചിമേ തടേ, ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ഓം തത്സത്. ബ്രഹ്മനദ്യാം സരസ്വത്യ ആശ്രമ പശ്ചിമേ തടേ, ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ബ്രഹ്മനദ്യാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മനദ്യായ സരസ്വതിയുടെ പടിഞ്ഞാറേ തടത്തിൽ ഋഷികളുടെ കുറേ ഋഷിമാർ ചേർന്ന് നടത്തുന്ന സത്രത്തെ വർദ്ധിപ്പിക്കുന്നതും, ശമ്യാപ്രാസ ഇതി പ്രോക്തി, ശമ്യാപ്രാസം എന്ന് പേരായിട്ടുള്ളതുമായിട്ടുള്ള ആശ്രമം ഉണ്ട്. സരസ്വത്യ ആശ്രമ എന്നുള്ളത് ആശ്രമം, ഒരു ഋഷിമാരുടെ ആശ്രമം. ബ്രഹ്മനദിയായിട്ടുള്ള സരസ്വതി നദിയുടെ തീരത്ത് ശമ്യാപ്രാസം എന്ന് പേരായിട്ടുള്ള കുറേ മഹർഷിമാർ ചേർന്ന് നടത്തുന്ന സത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സത്രത്തിൻ്റെ എണ്ണം വർദ്ധിക്കും. അതുമാതിരി സത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശ്രമമുണ്ട് എന്ന് സൂതൻ ശൗനകാദികൾ ചോദിച്ചതിന് മറുപടി പറയുന്നു. ശൗനകാദികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചു, ഈ നാരദരുടെ ഉപദേശം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വ്യാസർ എന്താണ് ചെയ്യുന്നത്? വ്യാസർ സരസ്വതി നദിയുടെ തീരത്തിരുന്ന്, ഗംഗാനദിയുടെ തീരത്തുള്ള സരസ്വതിയുടെ ഘട്ടത്തിൻ്റെ തീരത്തിരുന്നു കൊണ്ട് താൻ ചെയ്തതിൽ എന്തോ ഒരു തൃപ്തികേട് തോന്നുന്നല്ലോ, എന്തോ ഒരു മനസ്സിന് അസ്വസ്ഥത തോന്നുന്നു. ഇത്രയൊക്കെ രചിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും തനിക്ക് എന്താണൊരു പൂർണ്ണ തൃപ്തി ലഭിക്കാത്തത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നാരദർ പ്രത്യക്ഷപ്പെട്ട് വ്യാസരോട് സംഭാഷണം ചെയ്യുന്നതാണ് കഴിഞ്ഞ 2-3 അധ്യായങ്ങളിലായിട്ട് നാം കണ്ടത്. നാരദർ തൻ്റെ പൂർവ്വകഥയെ പറഞ്ഞ് ഭഗവാനെ പറ്റി മാത്രമായിട്ടുള്ള ഒരു കഥ രചിക്കൂ, അതാണ് അവിടുന്ന് സ്വസ്ഥത കിട്ടാത്തത് എന്ന്. എല്ലാറ്റിൻ്റെയും കൂടെ ആ വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ ഭാഗവതത്തിൽ, ശ്രീമദ് മഹാഭാരതത്തിൽ ഭഗവത്ഗീത ഒക്കെ രചിച്ചെങ്കിലും അതൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് ഈ തത്വങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അപ്പോൾ തത്വങ്ങളുടെ കൂടെ ഭഗവത് കഥകളും ആ തത്വങ്ങൾ കൊണ്ട് രക്ഷ നേടിയ ജനങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഭക്ഷിക്കാൻ നമ്മളിപ്പോൾ കയ്പുള്ള ഒരു സാധനം ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം പഞ്ചസാര അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു മധുരം ചേർത്ത് അങ്ങ് വിഴുങ്ങുന്നത് പോലെ ആ മധുരം ചേർത്ത് നൽകിയാൽ സാധാരണ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ലീലകളൊക്കെ വർണ്ണിച്ചുകൊണ്ട്
സാധാരണ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ, അവർക്ക് ആ ഭഗവാനിൽ എത്തിച്ചേരുവാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കൂ എന്ന് ഉപദേശിച്ച് തൻ്റെ പൂർവ്വകഥയും പറഞ്ഞിട്ട് നാരദർ അവിടെ നിന്നും അപ്രത്യക്ഷനായി പോയി. അവിടെ നിന്നും നാരദർ പോയതിനു ശേഷം ഈ നാരദർ പറഞ്ഞ കാര്യങ്ങൾ വ്യാസഭഗവാൻ ചെയ്തുവോ, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, എന്താണ് ചെയ്തത് എന്ന് അറിയാനുള്ള ഉത്കണ്ഠ കൊണ്ട് സൗനകാദികൾ ചോദിക്കുന്നതിന് മറുപടിയായിട്ട് ആദ്യം മുതലേ സൂതൻ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. സരസ്വതി നദിയുടെ തീരത്ത് ശമ്യാപ്രാസം എന്നുള്ള ഒരു ആശ്രമമുണ്ട്. അവിടെ ഒരുപാട് മഹർഷിമാർ നിരന്തരമായിട്ട് സത്രം എന്ന കർമ്മം ചെയ്തു ഹോമാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു ആശ്രമമാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ബ്രഹ്മനദ്യാം സരസ്വത്യാമാശ്രമ പശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.